കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, എല്ലാ കാര്യങ്ങളും എല്ലാരോടും പോയി പറയരുതെന്ന്. അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ കൂടി അതിനോട് നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. പലപ്പോഴും പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അമ്മായിയമ്മയും മരുമോളോ, അമ്മയും മക്കളോ, അല്ലെങ്കിൽ അമ്മായി അച്ഛനും മക്കളോ ഒക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ആ വീട്ടിലുള്ളവർ മാത്രമായിരിക്കത്തില്ല അതിന് കാരണക്കാര്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതെന്താ അങ്ങനെ പറയുന്നല്ലേ? പലപ്പോഴും പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇപ്പം അമ്മായിയമ്മ എടുക്കുവാണെന്ന് വെച്ചോ, അമ്മായിയമ്മയ്ക്ക് മരുമകളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, മരുമകളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ മരുമകളോട് എന്തെങ്കിലും അസൂയയുണ്ട്, മരുമകളുടെ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ മരുമകളുടെ എന്തെങ്കിലും സ്വഭാവം ഇഷ്ടമില്ല, ഇത് മരുമകളോട് നേരിട്ടല്ല പറയുന്നത്, നേരെ ചെന്ന് അപ്പുറത്തെ വീട്ടിൽ പറയും. അപ്പുറത്തെ വീടെന്ന് ഉദ്ദേശിച്ചത് ബന്ധുക്കൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകാര്. എന്താ സംഭവിക്കുന്നേ? ചില ബന്ധുക്കളുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല, കുടുംബം കലക്കികൾ ആണ്. അതായത് അവരെന്ത് ചെയ്യുന്നറിയോ? ചെറിയൊരു കാര്യമായിരിക്കും, അവര് നല്ല എരിവും പുളിവും മസാലയൊക്കെ ഇട്ട് അവരെ നല്ല വൃത്തിക്കങ്ങോട്ട് കൊഴുപ്പിക്കും. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം കൂടി കുത്തി നിറച്ചു തരും. എന്ത് സംഭവിക്കും? ഓൾറെഡി ഒരു ചെറിയ വിഷമമായിട്ടാണ് നിങ്ങൾ അത് പോയത്, അതിനെ ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആക്കി ഇരട്ടിയാക്കി മാറ്റി തിരിച്ചു വിടും. ഈ വിഷമമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്താണ് സംഭവിക്കുക? പിന്നീട് സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അനാവശ്യമായ പൊട്ടിത്തെറികൾ, ഒരു കാരണവുമില്ലാത്ത വഴക്കുകൾ, ഇഷ്ടമില്ലായ്മകൾ നടക്കും. അതുകൊണ്ട് നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ മരുമകൾ എന്ന് പറയുന്ന ആള് വേറൊരു വീട്ടിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ പണ്ടൊരു നാള് മരുമകളായിരുന്നു അല്ലേ? നിങ്ങളും മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവിടെ ഉള്ളവരെല്ലാം പല വീട്ടിൽ നിന്ന്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മായി അച്ഛൻ അത് വേറൊരു വീട്ടിൽ വളർന്ന വ്യക്തിയാണ്. എല്ലാവരും വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ളവരാണ്, എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ളവരാണ്. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഉണ്ട് തെറ്റുകുറ്റങ്ങളും മിസ്റ്റേക്കുകളും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുക, അവിടെ ആ പ്രശ്നം അങ്ങ് തീർക്കാം. അല്ലാതെ വീട്ടിനുള്ളിൽ പറയേണ്ടത് വീടിന് പുറത്തു പോയി പറഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾ കുറിച്ചിട്ടോ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം ഗോവിന്ദ. കള്ളമല്ല പറയുന്നത്, സത്യമാണ്. നിങ്ങൾ ഇത് പലപ്പോഴുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാവും. അതുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഇടയിൽ നിൽക്കേണ്ടത് അവിടെ തന്നെ നിർത്തുക. ദയവ് ചെയ്ത് അതിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ അപകടകാരികളായ ആളുകൾ പുറത്ത് നിൽപ്പുണ്ട്. ഇവിടെ നടക്കുന്നത് കണ്ട് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്നല്ലേ? അങ്ങനെ ചിന്തിച്ച് നല്ല ഒന്നാം തരം വെടിക്കെട്ടുമായി പുറത്ത് ആളുകൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് ദയവായി അവരെ നിങ്ങളുടെ കുടുംബം കലക്കാൻ അനുവദിക്കരുത്. അത് നമ്മുടെ കഴിവുകേട് തന്നെയാണ്. തിരിച്ചറിയണം ഇങ്ങനെയുള്ള ആളുകളെ. എല്ലാവരെയും മനസ്സിലാക്കി കുടുംബത്തെ ഭദ്രതയോടെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം.